ഞാനെവിടെ നിന്നാലോ എനിക്കെന്താ? എനിക്കിപ്പോ എന്റെ കാര്യത്തിന് ഞാൻ തന്നെ പോണ്ടേ? ഇജ്ജാണ് ഇവിടുത്തെ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. ഞാനെന്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്നാ നിങ്ങൾ ഈ പറയണത്? ഇന്റെ മരുവാൾ ഇവിടെ നിൽക്കാണ്ടേ ഓളെ ആങ്ങളെ കൊണ്ടായത് അന്റെ കാരണം കൊണ്ടാണ്. അന്റെ പെണ്ണുങ്ങളെ കുത്തിത്തിരിപ്പുണ്ട്. എവിടെ അവള്? ഓള് എന്റെ മാനം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത്. ഓളെന്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്നാ നിങ്ങൾ ഈ പറയണത്? അന്റെ പെണ്ണുങ്ങൾ അന്നെ മൂട്ടി തന്നിട്ടേ ഇജ്ജ് ഓളെ ആങ്ങളോട് പറഞ്ഞിട്ടല്ലേ ഓളെ ആങ്ങൾ ഇവിടെ വന്നുകാണ്ട് ഓളെ കൂട്ടിക്കൊണ്ട് പോയത്. അല്ലാതെ പോനക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ബാക്കിയൊന്നും ഇല്ലല്ലോ. ശരി, നിങ്ങൾ കുറച്ചൊന്നല്ലല്ലോ ആ പെൺകുട്ടിനെ ഇവിടെ ഇടങ്ങാറാക്കിയാണ്. ഞാൻ അത് ഓനോട് പറഞ്ഞോണ്ട് ഓന്റെ പെങ്ങളോ ഇവിടുന്ന് പിടിച്ചോണ്ടുപോയി. അല്ലെങ്കിൽ എന്തേ കാര്യം ഓള് ജീവിച്ചിരിക്കണ്ടാവില്ലപ്പാ, മനസ്സിലായോ? അതേമാതിരി തന്നെ നിങ്ങൾ ഈ പെരയിലും ഇരിക്കണോ കൊണ്ടുപോയോണ്ടാ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ സെൻട്രൽ ജയിലിലേക്കാരം. ഇന്ന് ജയിലിൽ കയറ്റാനേ ഇജ്ജു ഓളെ ആങ്ങളെ ഓളെ കുടുംബക്കാരെ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. അതിന് വെച്ച വെള്ളം കാണാതെ വാങ്ങിയച്ചാളി. ഞാൻ ആരും ജയിലിൽ കയറ്റാനൊന്നല്ല. എനിക്കൊണ്ട് ഇവിടെ ഒരു പെൺകുട്ടി വളരുന്നു. നിങ്ങളെ പോലത്തെ അമ്മായി തള്ളകൾ ഉണ്ടായതുകൊണ്ടാണ് നാട്ടിലെ ആത്മഹത്യ പെരുക്കുന്ന പെൺകുട്ടിയാണ്. ഇജ്ജല്ലേ ഇപ്പൊ നാട്ടിലെ പെൺകുട്ടികളെ ആത്മഹത്യന്റെ കണക്കെടുക്കുന്ന ആള്. ഒന്ന് പോടാ അവിടുന്ന്. എന്താ അവൻകുട്ടിയാക്കാനായിട്ട് വർത്താനം അവിടെ? ഓനക്കെത്താ സൂറ അയൽവക്കത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു നോക്കിയാണ്ടേ നാട്ടുകാരെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന പണി അല്ലാത്ത എന്താ ഇവിടെ വർത്താനം? അതൊന്നല്ല കേക്കാ, ഈ ബല ആ പെണ്ണിനെ കൊറേ ഇടങ്ങാറാക്കിയാണ്. അത് ഞാൻ ഓളെ ആങ്ങളോടൊന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ വലിയ പ്രശ്നം. പറഞ്ഞതാവ പ്രശ്നം, ഒരു ചെയ്തതല്ല. ആരോടൊപ്പ പറയണത്? എന്റെ മോനെ കൊണ്ടുപോയി കുടിക്കുക ആളോടെ. എന്റെ മോനക്ക് എല്ലാം ഉണ്ടാക്കിയ ഇയാളല്ലേ. എന്റെ കുട്ടീനെ ആ നൊക്കം പെറില്ലാത്ത കുടുംബത്തിൽ കൊണ്ടുപോയിക്കാണ്ട് എന്റെ കുട്ടീനെ കുടിക്കാണ്ട്. ഞാൻ ആരും കൊണ്ടേക്കാൾ കുടുക്കിയിട്ടൊന്നുമില്ല. നല്ല കുടുംബത്തിൽ തന്നെ ഞങ്ങളെ മകനെ കൊണ്ട് പെണ്ണെട്ടിച്ചിട്ടുണ്ടത്. ഓൾക്ക് കുറച്ച് പൈസന്റെ കുറവുള്ളൂ, അല്ലാതെ ഓൾക്ക് ഒരു കുറവുമില്ല. രണ്ടു കുടുംബം ഒന്നിച്ച് പോണേ കാണുമ്പോ ഞങ്ങളെ പോലത്തെ ഒരു സന്തോഷാണ്. അല്ലാത്ത പൈസ മോഹിച്ചിട്ടല്ല ഞാൻ ഇതിന് നടക്കേണ്ടത്. എന്റെ സന്തോഷം കൊണ്ടേ ഞാനപ്പൊ ഇടങ്ങാറാവണത്. ഇനിയിപ്പൊ എത്തിനാണ് അവൻ ഇപ്പൊ എപ്പം ഇങ്ങോട്ട് കണ്ടാറടക്കിക്കണേ? ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വന്നതൊന്നുമല്ല. ഇവിടെ പോയപ്പോ വർത്താനം കേട്ടാൽ കയറി എന്നതാണ്. ഇവിടുത്തെ പെണ്ണിനൊരു ആലോചന കൊണ്ടുവന്നതാ. പിന്നെ ഇപ്പൊ ഡാഡി ഇപ്പൊ അവിടെ ഉണ്ട് കാക്ക. ഇപ്പൊ എന്താക്കി മക ഗഫൂറെ, ഞാൻ എന്റെ സൂറാക്ക് ഒരു പെങ്ങോട്ടും കൊണ്ട് വന്നതാണ്. അക്കിമക എവിടെ വരണം? അതിപ്പോ ഗഫൂറേക്ക് അറിയും. ആഴ്ചാത്താനും മരുവളില്ലേ ഫസീല, ഓള ആങ്ങൾക്കേ. അപ്പൊ അതായിട്ടാ വന്നിക്കണേ. ഈ പൈമന്ന് കുറച്ച് മാന്താ ഉണ്ടാവൂലേ എനിക്ക്? പൊന്നാറ ഗഫൂർ എന്റെ പെണ്ണിനെ അങ്ങോട്ട് കൊടുക്കണ്ട. ഇവിടെ വന്നതിനെ കൊണ്ട് തന്നെ ഞാൻ കുടുങ്ങിക്കണേ. എനിക്ക് ഇതിനെ പറ്റി അറിയില്ലേ? നല്ല കുടുംബാണത്, നല്ല ചെറുക്കനുമാണത്. ഇവലെ വർത്താനം കേട്ടിയാണ് ഞാൻ നിൽക്കണ്ട കേട്ടോ. നമ്മള് മുമ്പേ അറിയുന്ന ആൾക്കാരാണ്. ഇതൊന്ന് ആലോചിച്ചോക്കെ ഗഫൂറെ, ഇവലെ സ്വഭാവം എനിക്ക് അറിയണ്ടല്ലേ? അക്കിമ എനിക്കാണ് വിശ്വാസമാണ്. ഇത് പറഞ്ഞത് വേറെന്താ വർത്താനം? എനിക്ക് പൂർണ്ണ സമ്മത. സൂറേ മാണ്ടട്ടാ സൂറേ, ഓന്റെ സ്വഭാവം എനിക്ക് തയ്ച്ചറിയില്ലേ. വെറുതെ തന്നെ ജീവിതം കൊണ്ടേ കളയാൻ നിക്കണ്ടട്ടാ. അയച്ചാത്താ എനിക്ക് ഇന്റെ ഒപ്പ പറഞ്ഞ അപ്പുറല്ല. നാക്കിമേ എന്താ ബാക്കിയുള്ള കാര്യം തീരുമാനിച്ചോ? ഇന്റെ മോന്റെ ജീവിതം തൊലച്ചാരി ആ പെൺകുട്ടിയുടെ ജീവിതം ചങ്ങായി തൊലച്ച്. ഒന്ന് പൈക്കാലി തന്നെ അവിടുന്ന്. എന്തൊക്കെ വർത്താനം? റായത്തല്ലടാ. പ്രായേ ഇയാളെ ആ സാധനങ്ങളൊക്കെ ഉണ്ട് അടുക്കി വെക്കിട്ടോ. 30 സെന്റാണ് പോയാലും 5 സെന്റ് ഉള്ളു ഇപ്പൊ നമ്മളെ പേര. എന്നാലും വേണ്ടില്ല, കടങ്ങളൊക്കെ എന്നാണ് വീടി കെട്ടി. പിന്നെ ഇപ്പൊ കുട്ടിനെ കെട്ടിക്കാല്ലതൊന്നും അതില് ബാക്കിയൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാല് ഒരു ഏർപ്പാടാക്കാന് അതിനും കഴിഞ്ഞിപ്പോ. അതിന് 30 സെന്റ് പോയാലെന്താ? നല്ലൊരു വാർപ്പിന്റെ പെര കിട്ടിയില്ലേ? പിന്നെ 10 ലക്ഷം ഉറുപ്പിയും കിട്ടിയില്ലേ? ഇനി എന്താ എനിക്ക് വേണ്ടത്? കടങ്ങളൊക്കെ എന്നാണ് വീടി കെട്ടി. പിന്നെ ഇപ്പൊ മറ്റോളെ കെട്ടിക്കാനോ പൈസ ഒന്നും അതിൽ ബാക്കിയൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഇരിക്കാനൊരു പേരുടെ തിരക്കടില്ലാത്തൊരു പേരയുണ്ട്. ബാക്കിയുള്ള പൈസ കൊണ്ട് ഇങ്ങനെ പീടിയ തട്ടിക്കൂട്ടി. അതുകൊണ്ട് പണിക്ക് എന്റെ കുട്ടികൾക്ക് സമാധാനമായിട്ടിരുന്നൂടെ? പക്ഷേ സമാധാനായി ബ്രയ്യേ. ഓല് രണ്ടാളും ഇപ്പൊ പണിക്ക് പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. ആരാന്റെ പണിക്ക് പോയി ആട്ടും തുപ്പല്ലേ കേൾക്കണേ. ഇതിപ്പോ എന്റെ കാലത്തോട്ടിൽ തന്നെ ആവുമ്പോ എനിക്കൊരു സമാധാനാണ്. പിന്നെ ബ്രയ്യേ, കണക്ക് ഞാൻ ഈ കച്ചവടം ചെയ്തതിലൊന്നും തന്നിട്ടൊന്നുമില്ല. ഞാൻ തരാട്ടോ. അതിനാശെ ഞാൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചോ? എന്താ ജീ പറയണേ? ഞാനൊരു ബ്രോക്കർമാരല്ലാണ്ട് കണക്കാക്കില്ല. അന്റെ ഒരു മഹാഭാവം കണ്ടിട്ട് ചെയ്താണ് ഞാൻ. ഇനി അന്റെ ഇഷ്ടത്തിന് എന്തിനു തരികയാണ് തന്നാൽ മതി. ഞാൻ കണക്കൊന്നും ചോദിക്കില്ല. ഈ അങ്ങനെ ഒരു വിചാരിക്കുകയും ചെയ്യരുത് കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ കണ്ടോണ്ട് കേട്ടോ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ കുറച്ച് പണികളുണ്ട് എനിക്ക്. ആയിക്കോട്ടെ, നിങ്ങൾ കുട്ടികളെ ആയിക്കോട്ടെ, സെറ്റാക്കാണ്ട് കുറച്ച് കാര്യങ്ങൾ. ആയിക്കോട്ടെ, ഓക്കെ. ഫാറൂഖ് എന്തൊക്കെയാ വർത്താനം? സുഖാളിയാ. പിന്നെ ജോളെ പോയി കൊടുന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണ്ട ഫാറൂഖെ. ഞാനവളെ കൊണ്ടുവരാൻ പോയതല്ലല്ലയാ. ഞാൻ അവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ നടക്കണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ എന്താണ് വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ കുറിപ്പൊക്കെ എഴുതിക്കാണ്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കാണ്. അപ്പൊ ഞാൻ കൊടുന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ജീവനോടുണ്ട്. ഞാൻ വിവരങ്ങളൊന്നും അറിയണില്ല.
കുടി കുളിച്ചപ്പോഴാണ് ഇപ്പൊ അമ്മ പറഞ്ഞത് ജോളൊന്ന് കൊണ്ടുപോയിക്കുന്നു പറഞ്ഞു. എന്താ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതിന് നിങ്ങൾ എങ്ങനെ വിവരങ്ങൾ അറിയാം? നിങ്ങൾ ഒരു ഫോൺ വാങ്ങി കൊടുക്കണോ? നിങ്ങൾ ഏത് കാലത്താ ജീവിക്കണേ? ഇപ്പോഴത്തെ കാലത്ത് നിശ്ചയം കഴിഞ്ഞാൽ പോലും ചെറുക്കന്മാർ പെണ്ണുങ്ങൾക്ക് ഒരു ഫോൺ വാങ്ങിക്കൊടുക്കും. കല്യാണം കഴിഞ്ഞ ഇത്രയും കാലത്ത് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു ഫോൺ വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. എൻ്റെ അടുത്ത് ഫസീലുണ്ടോ? എന്നാ അവളടുത്ത് ഫോണൊന്നും എടുത്താ. ഞാനവിടെ ഞാൻ പുറത്താണ്. എന്നാ അവളടുത്ത് പോകുമ്പോഴേ എൻ്റെ ഫോണിൽ അവളോട് മിസ് അടിക്കാൻ പറയും. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ എത്തിയിട്ട് മിസ് അടിക്കാൻ പറയാം. ശരി ശരി ശരി, ഓക്കെ. അസിയേ, ഈ പേരും കൂടിയൊക്കെ വിറ്റുകാണ്ട് ഇപ്പൊ വീടൊക്കെ തുടങ്ങി. മാഷാ അല്ലാ. അല്ല ചെലവെത്തല്ല കേട്ടോ. അതിനെന്താക്കിമേ എപ്പോ വേണമെങ്കിലും ആവാലോ. ആ എനിക്കിപ്പോ പണിക്കൂലി പുറത്ത് കൊടുക്കണ്ടല്ലോ. രണ്ട് മക്കളും ഇവിടെ പണിക്കാരൊക്കെ നിർത്തിക്കാണല്ലോ. ഓര് രണ്ടാള് പുറത്തേക്ക് പണിക്കോണെന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. ഇതാവുമ്പോ എന്റെ കണ്ണുമ്പിൽ തന്നെ അല്ലേ, അതെനിക്കൊരു സമാധാനല്ലേ. കെട്ടിച്ചോടത്തിന്റെ കുട്ടി അത്രക്ക് ഇടങ്ങാറായിട്ട് അങ്ങോട്ട് വന്നിക്കണത്. അന്റെ ചെറുക്കന് ഞാൻ ഇവിടെ അലോക്കത്തിൽ നിന്ന് പെണ്ണ് പറഞ്ഞ റെഡിയാക്കി വെച്ചിക്കണേ. ഇവിടെ അമ്മായിമത്തള്ള കുറെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി വെക്കിക്കണേ. പക്ഷെ അതൊന്നും ഏറ്റിട്ടില്ല. ഓനെ സമ്മതിച്ചും ചെയ്തിക്കണേ. പിന്നെ എന്റെ രണ്ടാമത്തെ പെണ്ണിന് ഇന്ത്യക്ക് നല്ലൊരു ചെറുക്കുണ്ട്. ഓനും കൊണ്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ പോട്ടാസിയ. ഇപ്പൊ ആ ഫസീലവിടെ ഓടുണ്ടേ. ഫസീല അന്നെ വിളിച്ചിടോ. എന്താണ് അന്റെ മാപ്പിള വിളിച്ചില്ല എനിക്ക്. എന്നോട് അങ്ങോട്ടൊന്ന് മിസ് അടിക്കാൻ പറഞ്ഞു. ഞാൻ എന്താ ചെയ്യണ്ടേ? വിളിക്കണടാ. വിളിച്ചോളാ. എന്റെ ഭർത്താവിനെ എന്നെ കാര്യം തീർക്കുന്നല്ലോ. അവിടെ പോയി വിളിച്ചോ. ഹലോ, എന്താ വർത്താനം? നല്ല വർത്താനക്ക. ഇജ്ജ് അവിടുന്ന് പോകുന്നില്ലേ? ഇഞ്ഞൊരു വിവരം അറിയിച്ചില്ലല്ലോ. ഞാൻ എങ്ങനെ അറിയിക്ക? എന്റെ കയ്യിൽ പോണൊന്നുമില്ലല്ലോ. ഇന്നാണെങ്കിൽ പോണം, മന പോണം, എനിക്ക് തരൂല്ല. പിന്നെ എനിക്ക് ഫോണ് വാങ്ങാത്ത പറഞ്ഞാല് ഇമ്മ പറഞ്ഞത് ഒരു ഫോണ് മതി അവിടെ രണ്ടാൾക്ക് ഉപയോഗിക്കാം, 2 ഫോണിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് വാങ്ങി തരാത്തത്. എനിക്കൊരു പോണ്ടെങ്കിലേ നമുക്ക് നമ്മളതായിട്ടുള്ള സ്വകാര്യതകളൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് വലിയ സങ്കടങ്ങളും എനിക്ക് നിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നോണ്ടല്ല ഞാൻ ആരോടെ പറയാ. ഹലോ, ഈ പറയണ ശരിക്കും കേൾക്കണില്ലല്ലോ. അതിവിടെ മഴ എടുക്കാം, നല്ല മഴ ഉണ്ട്. ആ, നാട്ടിൽ മഴ ഉണ്ടോ? ഞാൻ എപ്പാ വിളിച്ചു. അപ്പൊ ഉപ്പ പറഞ്ഞു ഇമ്മന്നെ തല്ലലൊക്കെ ഉണ്ടെന്ന്. എന്നിട്ട് ഞാൻ ഉമ്മാക്ക് വിളിച്ചു നോക്കി. ഇമ്മ പറഞ്ഞു തല്ലൊന്നുമില്ല, വെറുതെ പറയണ. നമ്മൾ ആൾക്കാർ വരെ കണ്ടതാണ് സിറ്റോട്ടിന്ന് വന്ന് തച്ചത്. പിന്നെ ഉമ്മ പറയേണ്ടത് പെരത്തെ പണിയൊന്നും ഞാനല്ല എടുക്കല്, ഉമ്മ എടുക്കല് എന്നുള്ളത്. നിങ്ങൾക്ക് പറയണല്ലേ, നിങ്ങളെ നാട്ടിലുണ്ടാകുമ്പോഴൊക്കെ ഞാൻ തന്നെയല്ലേ പെരയിലെ പണിയൊക്കെ എടുക്കല്. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇതിലിപ്പോ ഏതാ ഞാൻ വിശ്വസിക്കണ്ടേ? പിന്നെ ഉമ്മ പറഞ്ഞു, ഞാൻ കേട്ടതാണ്. നിങ്ങൾ അയക്കണ പൈസക്കൊക്കെ ഞാൻ എന്താ പുറത്തായി കിടക്ക് ദൂർത്തടിക്കാന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ സമ്മതമില്ലാതെ ഞാൻ ആ പെരയിൽ പുറത്തേക്ക് തന്നെ ഇറങ്ങലില്ല. ഞാൻ ഇറങ്ങൂല. ഞാൻ പിന്നെ നിങ്ങൾ അയക്കണ പൈസ കണ്ടിട്ടുമില്ല. ഞാൻ ഇപ്പൊ ഏതായാലും ചെറുത്താന്റെയും കടലിന്റെയും നടക്കപ്പെട്ട അവസ്ഥയായി. എന്താ ചെയ്യാ? നിക്കാ നിങ്ങൾ അയക്കണ പൈസ അല്ലേ, ഈ 2 മാസത്തെ പൈസയും ഇമ്മ പെണ്ണന്മാരെ മാപ്പിള കൊടുക്കണം. ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാണ്. നിങ്ങൾക്ക് ഇന്ന വിശ്വാസമില്ല, നിങ്ങൾ പെണ്ണന്മാരെ മാപ്പിളക്കൊന്നേ ഐഡിയപരമായിട്ടൊന്ന് ചോദിച്ചു നോക്കി. ഞാൻ പറഞ്ഞു നടക്കണം, ഇമ്മ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഏതായാലും ഇൻഷാല്ലാ ഒക്കെ ശരിയാവും. ഞാൻ നാട്ടിൽ കൊണ്ടാണ് വരട്ടെ. ഇക്ക നിങ്ങൾ അറിഞ്ഞോ, ഞങ്ങളെ പെരൊക്കെ വിറ്റു. ആ, പെര വിറ്റോ? അതെന്ത് ചെയ്യ്? അത് ഇപ്പാക്ക് കുറച്ച് കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നിങ്ങൾ എവിടെ ഇപ്പൊ താമസിക്കണേ? ഞങ്ങളിപ്പോ ചെറിയൊരു പെര വാങ്ങി. പിന്നെ ഇപ്പാരെ കടൊക്കെ വീട്ടി ബാക്കിയുള്ള പൈസക്ക് ചെറിയൊരു പേടി ഇട്ടേക്കണു. അപ്പൊ ഈ പേടി ഞാനും സജിന് ഇപ്പാനെ സഹായിക്കാൻ വേണ്ടിട്ട് നിൽക്കലാണ്. ആ, ആയിക്കോട്ടെ. എന്നാലേ ഇവിടുത്തെ ഒരാൾ നാട്ടിൽ വരുന്നുണ്ട്. അപ്പൊ ഞാനൊരു ഫോൺ കൊടുത്തേക്കാം. ഫോൺ കിട്ടിയാൽ ഫാറൂഖിന്റെ കൊടുത്തിട്ട് സിം ഇടും. എന്നിട്ട് എനിക്ക് മിസ് കോൾ അടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ എനിക്കാണ് വിളിക്കണ്ട്. ഏതായാലും ആയിക്കോട്ടെ, ഇൻഷാല്ലാ ഞാൻ നാട്ടിൽ വരാൻ നോക്കാം പെട്ടെന്ന്. എന്നാ ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. എന്താ ചെങ്ങ വെറുതെ അല്ല എന്റെ മകളാ തള്ള പറഞ്ഞേ. എന്റെ മകളാ അവിടെ നിന്നൊരു മണിക്കൂർ കണക്കില് ഫോൺ ചെയ്യുന്നു. ബ്രൈ എജ്ജ് വിചാരിച്ചണ മാതിരിയൊന്നല്ല. എന്റെ കുട്ടിയെ ഓളെ മാപ്പിളക്ക് വിളിക്കാണ്. എന്റെ കുട്ടികളെ ഞാൻ അങ്ങനെയല്ല വളർത്തിക്കണേ. അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം. എന്താളിയാ ഒരു വിവരമില്ലല്ലോ? എവിടെ? ഞാൻ നാട്ടിലുണ്ടളിയാ. പരിപാടികളൊക്കെ നടക്കണല്ലേ? ബിസിനസ് ഒക്കെ വളരെ മോശമാണ് ഇപ്പൊ. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാ. ഞായറാഴ്ച 2 മാസത്തെ പൈസ അളിയാൻ തിരിച്ചിക്കാന്ന് പറഞ്ഞു ഉമ്മ. അല്ല അത് ശരിയാണോ ചോദിക്കാൻ വേണ്ടി വിളിച്ചാ. ഇമ്മ അങ്ങനെ പറഞ്ഞോ? ആ അമ്മ പറഞ്ഞു. അത് ഞാൻ തൽക്കാലത്ത് തിരിച്ചാണേ. ഞാൻ പെട്ടെന്ന് തിരിച്ചരാ. അത് കുഴപ്പമൊന്നുമില്ലല്ലേ. ഞാൻ ഇമ്മ പറഞ്ഞപ്പോ അങ്ങനെ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അറിയാൻ വേണ്ടിട്ട്. എന്നായിക്കോട്ടെ, വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. എന്നാ ശരി. എന്നാ ശരി ശരി. ഓക്കെ ഓക്കെ. സജന ആളെയാക്ക വിളിച്ചിരുന്നു തന്നെ. സത്യായിട്ടും എനിക്ക് ഫോണ് പുറത്തേക്കാന്നൊക്കെ പറഞ്ഞു. ഇപ്പാക്ക് റായത്താ. ഇന്ന് എന്താ എന്റെ കുട്ടിക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ മുഖത്ത്. ഇപ്പ അളിയാക്ക വിളിച്ചിന് എത്ര താത്താക്ക് പുതിയ ഫോണൊക്കെ കൊടുത്തേക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, എന്റെ കുട്ടിന്റെ മനസ്സൊന്ന് തെളിഞ്ഞല്ലോ ഇപ്പൊ.